ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജയബാലന്റെ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് നിൽക്കുന്ന സുജാതയാണ് നമ്മൾ ആദ്യം കാണുന്നത്. സത്യം പറഞ്ഞാൽ ജയബാലനും സുജാതയും കൂടി ഒന്ന് പ്രകോപിപ്പിച്ചതാണ് ഇവരെ. ഇനി ഒരു കാരണവശാലും വിനീത് ആ വീട്ടിലേക്ക് കയറാൻ പാടില്ല, അവരെ സഹായിക്കാനും പാടില്ല എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. വിനീത് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഇവരുടെ പ്ലാനൊക്കെ അപ്പാടെങ്ങ് പൊളിഞ്ഞു പോയത്. അന്ന് അവൻ ഗംഗയെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിച്ചേനെ. കറക്റ്റ് സമയത്ത് തന്നെ നാശം പിടിക്കാൻ അവൻ അവിടെ എത്തി. അതുകൊണ്ട് ഇനി വിനീത് സ്നേഹതീരത്തേക്ക് വരാനേ പാടില്ല, അവരെ രക്ഷിക്കാനും പാടില്ല. പക്ഷേ ഇതൊന്നും ശാരദക്കോ സുജാതക്കോ മനസ്സിലായിട്ടേയില്ല. എന്തായാലും സുജാത അവിടെ വെച്ച് തന്നെ വാക്ക് കൊടുത്തു. ഇനി എൻ്റെ മോൻ ആ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരില്ല എന്ന് പറഞ്ഞിട്ടാണ് സുജാത അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോരുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ രാധമ്മക്ക് വല്ലാത്ത സങ്കടമായി. അവർക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ജയബാലൻ ശാരദയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണ്. വിനീത് ഇങ്ങനെ എപ്പോഴും ഇവിടെ കയറി നടന്ന ഗംഗയുടെ കാര്യത്തിൽ എങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാവുന്നതാണ് അയാൾ ചോദിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ അവളെ കല്യാണം നടക്കേണ്ടതല്ലേ? കല്യാണമൊക്കെ പറഞ്ഞ് ഏതായാലും ഒന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ. അധികം വൈകാതെ തന്നെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് സനൂപിന്റെ വീട്ടുകാർ ഇതൊക്കെ അറിയുന്നതെങ്കിൽ ആ ബന്ധം തന്നെ മുടങ്ങിപ്പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ ശാരദയുടെ ഉള്ളിലിരിപ്പങ്ങ് മാറ്റിയെടുക്കുകയാണ്. മക്കളെയൊക്കെ നല്ല രീതിയിൽ അച്ചടക്കത്തോടെ വേണം വളർത്താനെന്നൊക്കെ അയാൾ പറയുമ്പോൾ ഞാൻ എന്താ ജയബാലേട്ട ചെയ്യുക എന്നാണ് ശാരദ ചോദിക്കുന്നത്. നാട്ടുകാർ പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. ഹോം സ്റ്റേ നടത്തിയിട്ട് ഇവിടെ വേറെ പലതുമാണ് നടക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ അരവിന്ദിന്റെ മക്കളെക്കുറിച്ചോർത്ത് എനിക്ക് വലിയ വിഷമമാണെന്ന് ജയബാലൻ തട്ടിവിട്ടു. ഞാൻ ഇവരെ സ്വന്തം മക്കളെ പോലെയല്ലേ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒന്നാന്തരം അഭിനയം അങ്ങ് കാഴ്ചവെച്ചു. പാവം ശാരദ ഇതെല്ലാം അപ്പാടെങ്ങ് വിശ്വസിച്ചു. തന്റെ ജയബാലേട്ടൻ പറയുന്നതൊക്കെ സത്യമാണെന്നും അരവിന്ദൻ ഉണ്ടാകുന്ന സമയത്ത് ഇവർ തമ്മിൽ അത്ര ചങ്കുചങ്ങുമായിരുന്നല്ലോ എന്നൊക്കെ ശാരദ വിശ്വസിക്കുകയാണ്. പക്ഷേ ആ ചങ്കിനെ കുത്തിയ കാര്യം ശാരദക്കറിയില്ലല്ലോ. ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ കാവേരി മാത്രമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗംഗക്കും അറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ ജയബാലൻ ശാരദയുടെ മനസ്സ് പൂർണ്ണമായും അങ്ങ് കീഴടക്കി. കാവേരി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. ആണുങ്ങളെ ഇവിടെ വാടകയ്ക്ക് താമസിപ്പിച്ചിട്ട് അവർ എന്തെങ്കിലും വഴക്കോ പ്രശ്നം ഉണ്ടാക്കിയാൽ നാളെ എന്തായിരിക്കും അവസ്ഥ? ഹോം സ്റ്റേ നടത്തുമ്പോൾ പല കുടിയന്മാരും വരും. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് നടത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അയാൾ ഉപദേശിക്കുന്ന സമയത്താണ് കാവേരി അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത്. ജയപാലിനെ അവിടെ കണ്ടപ്പോൾ തന്നെ കാവേരിക്ക് അതൊട്ടും തന്നെ സഹിച്ചില്ല. പണ്ട് ഇയാളെ കാണുന്നതിന് അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഈ ഒറ്റയൊരുത്തനാണല്ലോ തൻ്റെ അച്ഛനെ ജീവൻ എടുത്തത്, തങ്ങളുടെ കുടുംബം ഇല്ലാതാക്കിയത് എന്ന സത്യം കാവേരിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു വാശി വൈരാഗ്യം അവളുടെ ഉള്ളിൽ കിടന്നിങ്ങനെ തിളക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ആണായി പിറക്കേണ്ട സമയത്തിൻ്റെ പെണ്ണായി ജനിച്ചവനാണ് കാവേരി എന്ന് അരവിന്ദൻ എപ്പോഴും പറയാമായിരുന്നു. ആ വീറും വാശിയും തൻ്റെയുമൊക്കെ അവൾ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ജയപാലൻ ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും കാവേരിയെ ഒതുക്കി നിർത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അയാൾക്കറിയാം. അല്ലെങ്കിൽ അവൾ തനിക്കിട്ട് തരുമെന്നും അയാൾക്ക് ഉറപ്പാണ്. അങ്ങനെ കാവേരി അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ജയപാലൻ വന്ന് അവളുടെ കുറ്റങ്ങളൊക്കെ ശാരദയോട് പറയുന്നത്. കാവേരി വന്നതും ശാരദ ചോദിച്ചു, എടി നിന്റെ ജോലി പോയോ എന്ന്. അത് കേട്ടപ്പോൾ കാവേരി, അമ്മേ ഞാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എടി നീ കൂടുതലൊന്നും പറയണ്ട, ഇനി ഈ വീട്ടിൽ ഒരു വാക്ക് പോലും നീ മിണ്ടിപ്പോവരുത് എന്ന് ശാരദ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അവളും അവളുടെ ഒരു ഹോം സ്റ്റേയും അത് നടത്തേണ്ട എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് ശാരദ ചോദിച്ചു. അപ്പോഴേക്കും കാവേരി വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. അമ്മ ഈ ജയബാലൻ അങ്കിൾ പറയുന്നതെല്ലാം തന്നെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയാണോ? അങ്കിൾ പറയുന്ന കാര്യങ്ങളൊന്നും അമ്മ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് കാവേരി തറപ്പിച്ചു പറഞ്ഞു. അങ്കിൾ പലതും വന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ എടി നീ കൂടുതലൊന്നും പറയണ്ട, നാട്ടുകാർ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ജയബാലൻ എന്നോട് ഇതൊക്കെ പറയുന്നുണ്ടെന്നും എനിക്ക് അയാളെ പൂർണ്ണ വിശ്വാസമാണെന്നും ശാരദ തീർത്തും പറഞ്ഞു. അപ്പോഴാണ് കാവേരി അങ്ങ് പൊട്ടിത്തെറിച്ചത്. അമ്മക്ക് നാണമില്ല അമ്മേ, അച്ഛനെ ഇല്ലാതാക്കിയത് ഈ നിൽക്കുന്ന ആളാണ്, എന്നിട്ടാണോ അമ്മ ഇയാൾക്ക് വേണ്ടിയിട്ട് ന്യായം പറയുന്നത് എന്നവൾ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ശാരദക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. ഒട്ടും ആലോചിക്കാതെ ശാരദ കാവേരിയുടെ കർണം നോക്കിയിട്ട് ഒരൊറ്റ ഒന്നങ്ങ് കൊടുത്തു. എടി നീ എന്താടി പറഞ്ഞത്? ജയബാലേട്ടനെ കുറ്റപ്പെടുത്തുന്നോ? ജയബാലേട്ടൻ ആരാണെന്നാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശാരദ വീണ്ടും അങ്ങ് ദേഷ്യപ്പെട്ടു. തല്ലി കിട്ടിയപ്പോൾ കാവേരിക്ക് സങ്കടത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണ് വന്നത്. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് അമ്മ തന്നെ തല്ലിയത് എന്നും ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്നും അവൾ പറഞ്ഞു. വീണ്ടും ശാരദ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ഗംഗ വന്ന് ശാരദയുടെ കയ്യിൽ കയറിങ്ങി പിടിച്ചു. അമ്മ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്ന് പറഞ്ഞ് ശാരദയുടെ കയ്യും പിടിച്ചു വലിച്ച് അവിടെ നിന്നും ഗംഗ കൊണ്ടുപോയി. ഇതൊക്കെ കണ്ടുനിന്ന രാധമ്മക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ജയബാലൻ കാവേരിയുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. നീ എന്താ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ അങ്ങോട്ടേക്ക് കടുകിനകത്തേക്ക് അങ്ങ് കയറ്റാമെന്നോ? വെറുതെ അതൊന്നും നടക്കില്ല. പിടക്കോഴി കൂവിയ നേരം വിളിക്കില്ല എന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് അയാൾ അങ്ങ്
കാവേരിയെ കളിയാക്കി. ഇവിടെ ഒന്നും നടക്കത്തില്ലടി, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തി. അത് കേട്ടപ്പോൾ കാവേരി ഒട്ടും ഭയപ്പെടാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. ഈ കാവേരി ആരാണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഹോം സ്റ്റേ ഇതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്കത് അടുപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് അടപ്പിച്ചോ. ഇതുകൊണ്ടൊന്നും ഈ കാവേരി തളരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നും നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ജന്മത്തിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല. ജയപാലൻ അങ്കിളെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് അവൾ അങ്ങ് വെല്ലുവിളിച്ചു. കാവേരിയുടെ ആ ഒരു വെല്ലുവിളി ജയപാലന് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതൊക്കെ അവിടെ നടക്കുന്ന സമയത്തിന് അപ്പുറത്ത് സുജാതക്കാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. കാരണം ഒരു കാരണവശാലും വിനീത് ഇനി ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ഈ സമയത്താണ് വിനീതിനെ കാണാൻ വേണ്ടി ശാരദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ശാരദയെ കണ്ടപ്പോൾ വിനീത് വളരെ സന്തോഷത്തോടെ എന്താ അമ്മായി എന്നെ കാണണമെന്ന് പറഞ്ഞത്, ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇനിയും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ശാരദ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. നിനക്കറിയാലോ മോനെ, പ്രായപൂർത്തിയായ 3-4 പെൺകുട്ടികളുള്ള വീടാണ് ഞങ്ങളുടേത്. ഗംഗയുടെ കല്യാണം അരവിന്ദനുള്ളപ്പോൾ തന്നെ ഉറപ്പിച്ചു വെച്ചതാണ്. പിന്നെ മരണത്തോടുകൂടെ അത് മുടങ്ങിപ്പോയി. ഇപ്പതാ ജയപാലേട്ടന് ഒരു കല്യാണാലോചനയായി വന്നിട്ടുണ്ട്. അതെങ്കിലും നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സാഹചര്യത്തിൽ നീ ആ വീട്ടിൽ കയറി ഇറങ്ങി നടന്നാൽ ഗംഗയുടെ കല്യാണം മുടങ്ങിപ്പോവും. അതുകൊണ്ട് നീ ഇനി അങ്ങോട്ടേക്ക് വരുന്നത് മാക്സിമം വരാതിരിക്കുക എന്ന് ശാരദ അപേക്ഷിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. നീ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചെക്കൻ്റെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞ് കല്യാണം മുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാവും? അവളുടെ ഭാവിയല്ലേ ഞങ്ങൾക്ക് വലുത്. അരവിന്ദനുണ്ടായിരുന്ന സമയത്ത് തന്നെ തീരുമാനിച്ച കല്യാണമല്ലേ ഇത്. പിന്നെ അവൾക്ക് നിന്നോട് ഒരു ബന്ധത്തിന് താല്പര്യവും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവളുടെ കല്യാണമെങ്കിലും നല്ല രീതിയിൽ ഒന്ന് നടത്തി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് മോനെ. ഇതൊരു അമ്മയുടെ വേദനയായിട്ട് നീ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും വിനീതിൻ്റെ കണ്ണുകളങ്ങ് നിറഞ്ഞൊഴുകി. വലിയൊരു പ്രതീക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു വിനീത്. ഗംഗയെ തനിക്ക് കിട്ടുമെന്നൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. ആ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവളെ അപകടത്തിൽ നിന്നും രക്ഷിച്ച സമയത്തൊക്കെ തനിക്ക് അവളെ കിട്ടുമെന്നും അവൾ തൻ്റേതാണെന്നൊക്കെ അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ സമയത്താണ് ശാരദ വന്ന് ഇങ്ങനെയൊരു പ്രകടനം കാഴ്ചവെക്കുന്നത്. ശാരദാമ്മയുടെ വാക്കുകളെ എതിർക്കാൻ ഒരു കാരണവശാലും വിനീതിന് കഴിയുമായിരുന്നില്ല. സങ്കടമെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടു തന്നെ അവൻ ശാരദ പറഞ്ഞത് അപ്പാടെ അംഗീകരിച്ചു. അതെ, ഒരിക്കലും ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല അമ്മായി. ഞാൻ എന്തായാലും ഗംഗയുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് വരത്തില്ല. അമ്മായി പറയുന്നത് പോലെ തന്നെ ഞാൻ കേട്ടോളാം എന്നൊക്കെ അവൻ ഉറപ്പു നൽകി. നിനക്കറിയാമല്ലോ മോനെ, നിന്റെ അമ്മയുടെ സ്വഭാവം ഒരിക്കലും സുജാതക്ക് ഗംഗ ഇഷ്ടമല്ലതാനും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഗംഗമോളുടെ ഭാവിയും കൂടി ഞാൻ നോക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വിനീത് ആകങ്ങ് തകർന്നു പോയി. വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് വിനീത് ശാരദയുടെ അടുത്ത് നിന്നും പോകുന്നത്. അവന് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. പിന്നീട് കാണിക്കുന്നത് വിനീതിൻ്റെ അടുത്തേക്ക് നിവിൻ വരുന്നതാണ്. അവൻ വന്ന് കാര്യമൊക്കെ തിരക്കിയപ്പോൾ വിനീത് നടന്നതെല്ലാം തന്നെ അവനോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ നിവിൻ അവനെ ആശ്വസിപ്പിച്ചു. എടാ, നീ സങ്കടപ്പെടാതിരിക്കടാ. നിനക്ക് കൊള്ളാവുന്നതാണെങ്കിൽ അത് നിനക്ക് തന്നെ കിട്ടും. നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ നിന്നെ പോലൊരു ചെറുപ്പക്കാരനെ അവൾക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടവരല്ല എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നടാ. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായില്ലേ എന്ന് വിനീത് സങ്കടത്തോടെ പറഞ്ഞു. എന്തു വന്നാലും വിനീത് കാര്യങ്ങളൊക്കെ പറയുന്നത് നിവീനോടാണ്. അവൻ അത് കേട്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവർ അത്രക്ക് നല്ല ഫ്രണ്ട്സും ആയിരുന്നു. ഈ സമയത്തന്നെ കാവേരി ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൾ ഗംഗയോട് പറഞ്ഞു, ഈ ഹോം സ്റ്റേ ഞാൻ എങ്ങനെ ഒന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ, വരുമാനം വേണ്ടേ. അതുകൊണ്ട് ഈ ഹോം സ്റ്റേ തുടർന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ആര് വന്ന് തടഞ്ഞാലും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ അമ്മക്ക് സമ്മതമല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് ഗംഗ ചോദിച്ചപ്പോൾ ആർക്ക് സമ്മതമില്ലെങ്കിലും ഞാനിത് നോക്കും ചേച്ചി. അമ്മയുടെ സമ്മതം നോക്കിയിരുന്ന നമ്മൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന് അവൾ മറുപടി പറഞ്ഞു. ആ ജയപാലന്റെ മുഖംമൂടി എനിക്ക് അമ്മയുടെ മുന്നിൽ തന്നെ വലിച്ചു കീറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാവേരി അവിടെ നിന്നും ഇറങ്ങുന്നത്. പിന്നീട് കാവേരി തനിക്കറിയാവുന്ന കുറച്ച് ടാക്സി ഡ്രൈവർമാരെ പോയി കാണും. അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടാ, ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ പറയണം, അവരെ ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നൊക്കെ അവൾ ഏർപ്പാടാക്കി. കൂടെ അവളുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഡീൽ ഉറപ്പിച്ചു. അറിയാവുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ അവരും അത് സമ്മതിപ്പിച്ചു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ജയപാലൻ എങ്ങനെയൊക്കെയോ അറിഞ്ഞിരുന്നു. ഇനി ജയപാലൻ കാവേരി വീണ്ടും വന്ന് വെല്ലുവിളിക്കുന്നെന്നൊക്കെ ഉറപ്പാണ്. പക്ഷേ കാവേരി ആ വെല്ലുവിളിയിലൊക്കെ വളരെ ധൈര്യപൂർവ്വം തന്നെ ഏറ്റെടുക്കും. കാവേരി അങ്ങനെ ഒരു ഹോം സ്റ്റേ നടത്തുന്ന സമയത്തിന് അത് പൂട്ടിക്കാൻ വേണ്ടി ജയപാലൻ കിണിഞ്ഞങ്ങ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കാവേരി നല്ല രീതിയിൽ തന്നെ ഉയരങ്ങളിൽ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.